അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ താലിബിൻ്റെ ആശ്രയത്തിലുണ്ടാകുമ്പോൾ പല കുതന്ത്രങ്ങളും ഖുറൈശികൾ മെനഞ്ഞു നോക്കി. അവർക്ക് റസൂലുള്ളാഹി തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ന് മാത്രമല്ല, അബൂ താലിബ് അവർക്ക് വിട്ടുകൊടുത്തില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വതന്ത്രമായി ദീൻ പ്രബോധനം നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഞാൻ എന്തുണ്ടെങ്കിലും നിന്നെ താങ്ങാം, എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ സഹിക്കാം, നിനക്ക് കാവലായി നിൽക്കാം, മോനെ നീ നിൻ്റെ പ്രബോധനം നടത്തിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഏത് നിലക്ക് നോക്കുമ്പോഴും ഖുറൈശികൾക്ക് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ഓരോ ദിവസവും ശക്തിപ്പെടുകയും ആളുകൾ കൂടുകയും ചെയ്തു. അത് ഖുറൈശികൾക്ക് വലിയ തലവേദനയായി. അവർ അവസാനം തീരുമാനിച്ചത്, മുഹമ്മദ് നബിക്ക് എന്തെങ്കിലും കൊതി ഉണ്ടോ? ഈ പ്രബോധനത്തിന് അഥവാ ഒരു പുതിയ മതം കൊണ്ടുവന്ന് ആളെ കൂട്ടുന്നതിൽ വല്ല അധികാരമോ അല്ലെങ്കിൽ സമ്പത്തോ അല്ലെങ്കിൽ ഭരണാധികാരമോ ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കാം. അതിനാൽ ഈ ആളുകളെ കൂട്ടുന്നതൊന്ന് ഒഴിവാക്കട്ടെ എന്ന് കരുതി അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊതിപ്പിക്കാൻ വേണ്ടി ഉള്ള തീരുമാനത്തിലെത്തി. അവർക്കറിയില്ലല്ലോ റസൂലുള്ളാഹി തങ്ങൾ ഒരു പണത്തിൻ്റെയോ ഒരു അധികാരത്തിൻ്റെയോ ആഗ്രഹത്തിൻ്റെയോ പിന്നാലെയല്ല ഈ പ്രബോധനം നടത്തുന്നത് എന്ന്. ഏക ഇലാഹായ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം സത്യമതത്തിലേക്ക് അസംസ്കാരികളായ പരിഷ്കാരികളായ ആളുകളെ സംസ്കാരത്തിലേക്കും യഥാർത്ഥ കൾച്ചറിലേക്കും കൊണ്ടുവന്ന് കള്ളുകുടിയും സിനയും ജൂജാട്ടവും കൊലയും കൊള്ളയടിക്കലും പോലത്തെ അനാചാരങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളെ സംരക്ഷിച്ച് ഏക ഇലാഹായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം ബഹുദൈവാരാധനയിൽ മുഴുകിപ്പോയ ജനങ്ങളെ ബഹുദൈവാരാധനയിൽ നിന്ന് ഒഴിവാക്കി ഏക ഇലാഹായ അള്ളാഹു അക്കായ മതത്തിലേക്ക് അവരെ ചേർത്ത് അവരെ ഒന്ന് രക്ഷപ്പെടുത്തുന്ന ഉദ്ദേശം മാത്രമേ റസൂലുള്ളാഹിക്കുള്ളൂ. അവരുടെ സമ്പത്തോ അവരുടെ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ രാജാധികാരമോ ഒന്നും തങ്ങൾ കരുതിയിട്ടില്ല എന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന് പറയുന്ന ഒരു വ്യക്തി അയച്ചു. എന്നിട്ട് ലിയുഅരിദ അലൈഹി ഉമൂറൻ ലഅല്ലഹു യഖ്ബലു ബഅദഹ, ചില കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വെളിപ്പെടുത്തി അതൊന്ന് ചിലത് തങ്ങൾ സ്വീകരിച്ചാൽ ആ തങ്ങളുടെ പ്രബോധനം ആ പണി ഒഴിവാക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ അബൂ ഉത്ബത്ത് ഇബ്നു റബീഅത്ത് എന്നാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി. ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖുൽ യാ അബൽ വലീദ് അസ്മഉ, അബുൽ വലീദേ നിനക്ക് എന്ത് പറയാനുണ്ട്, ഇതെല്ലാം ഞാൻ കേൾക്കാം. ഖാല യബ്ന അഖി, അപ്പോൾ ഉത്ബത്ത് ഇബ്നു റബീഅ പറയുന്നു, എൻ്റെ സഹോദരൻ്റെ മോനെ, ഇൻ കുന്ത ഇന്നമാ തുരീദു ബിമാ ജിഅത ബിഹി മിൻ ഹാദൽ അംർ, നീ ഈ പ്രബോധനം നടത്തുന്നതിൽ നീ ഉദ്ദേശിക്കുന്നത് സ്വത്താണെങ്കിൽ നിനക്ക് വേണ്ടി ധാരാളം സ്വത്ത് നമ്മൾ തരാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ മക്കയിൽ എത്ര വലിയ പണക്കാരനുണ്ടോ ഏറ്റവും വലിയ പണക്കാരനേക്കാൾ വലിയ പണക്കാരനാക്കി നിന്നെ മാറ്റാം. നീ ആ പ്രബോധനം നിർത്തണം. അതല്ല, നിനക്ക് ഇതുകൊണ്ട് ഉദ്ദേശം സ്ഥാനവും നേതൃത്വവുമാണെങ്കിൽ നിന്നെ നമ്മൾ നേതാവാക്കാം, നീ പറയും പോലെ നമുക്ക് കേൾക്കാം, പക്ഷേ ഈ പ്രബോധനം ഒഴിവാക്കണം. ഇനി അതെല്ലാം നിനക്ക് രാജാധികാരമാണ് വേണ്ടത് എങ്കിൽ നമ്മളെല്ലാവരും ഒത്തുകൂടി നിനക്ക് രാജാധികാരം തന്നെ തരാം, നിന്നെ രാജാവാക്കാം. അതുകൊണ്ട് നീ പ്രബോധനം നിർത്തിവെക്കണം എന്ന് പറഞ്ഞപ്പോൾ, അതല്ലെങ്കിൽ നിനക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നത് പോലെ ചെയ്യുകയാണോ എങ്കിൽ നമ്മൾ സമർത്ഥനായ വൈദ്യനെ കൊണ്ട് ചികിത്സിച്ച് ആ രോഗം മാറ്റാം. എന്താണ് എന്ന് ഒന്ന് തുറന്ന് പറയി, അതിൻ്റെ പരിഹാരം നമ്മളാക്കാം. പക്ഷേ നീ ഇപ്പോൾ ചെയ്യുന്ന പ്രബോധനം നീ നിർത്തിവെക്കണം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉത്ബത്ത് ഇബ്നു റബീഅ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ, എന്നാൽ
റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് ഫുസ്സിലത്തിലെ ചില ആയത്തുകൾ ഓതി. അതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം തൻസീലും മിനർ റഹ്മാനിർ റഹീം കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമിൻ യഅലമൂൻ ബശീറൻ വനദീറൻ ഫഅഅറദ അക്സറുഹും ഫഹും ലാ യസ്മഊൻ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി. അത് ഓതി തുടങ്ങിയപ്പോൾ ഉത്തുബത്ത് എന്നാൾ രണ്ട് കൈയും കെട്ടിപ്പിടിച്ച് വളരെ ശ്രദ്ധയോടുകൂടെ ആ ഖുർആൻ ഓതുന്നത് കേട്ടു. കാരണം ഉത്തുബത്തിന് അതുവരെ അങ്ങനെയുള്ള ഒരു അറബി വാചകം ജീവിതത്തിൽ കേട്ടിട്ടില്ല. അങ്ങനെ അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി എവിടെ എത്തി എന്ന് പറഞ്ഞാൽ മിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമറു ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമറി വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ എന്ന് പറഞ്ഞപ്പോൾ ആ ആയത്ത് ഓതിയിട്ട് സജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി തങ്ങൾ സുജൂദ് വീണു. സുജൂദിട്ടു. തുമ്മ ഖാല എന്നിട്ട് പറഞ്ഞു, ഖദ് സമിഅത യാ അബൽ വലീദ് മാ സമിഅത. അബുൽ വലീദേ നീ കേട്ടില്ലേ, ഇപ്പോൾ കേട്ടതെല്ലാം നീ കേട്ടില്ലേ. ഫഅൻത വദാക, നീയും ഇതും എവിടെയാണ് ഒന്ന് ചിന്തിച്ചു നോക്ക്. അത് കേട്ടപ്പോൾ ഉത്തുബത്ത് എനിക്കത് ഒരക്ഷരം ഉണ്ടാനായില്ല. അയാൾ നേരെ തൻ്റെ കൂട്ടുകാരെടുത്ത് പോയി. എന്നിട്ട് ഈ പരിശുദ്ധമായ വാക്ക് കേൾക്കാൻ നല്ല രസമുള്ള മധുരമുള്ള വാക്കുമായിട്ട് അദ്ദേഹം പോയി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞാൻ മുഹമ്മദിനോട് എല്ലാ വിഷയവും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം പറഞ്ഞു. പക്ഷെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഓതിത്തന്നു. ആ ഓതിത്തന്ന അറബി വാചകം ഞാൻ കേട്ടു. അള്ളാഹനെ തന്നെ സത്യം, ഞാൻ അതുപോലത്തെ ഒരു വാചകം എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടില്ല. അള്ളാഹനെ തന്നെ സത്യം, അത് പാട്ടല്ല, അത് മായാജാലമല്ല, അത് ജ്യോതിഷന്മാരുടെ മന്ത്രങ്ങളല്ല. അതുകൊണ്ട് ഖുറൈശികളെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും. നിങ്ങൾ അയാളെ പാടുക്കന്നെ വിട്ടുവിടും. നിങ്ങളൊന്നും തൊടാൻ പോകണ്ട. അയാളെ പണിയെടുക്കട്ടെ, നമുക്കൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ആ മുഹമ്മദ് നിനക്കും സിഹർ ചെയ്തോ? സഹറക്ക വല്ലാഹി യാ അബൽ വലീദ് ബിലിസാനിഹി. മുഹമ്മദ് തൻ്റെ വാക്കുകൊണ്ട് നിന്നെയും മഴക്കി കഴിഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തുബത്ത് പറഞ്ഞു, ഇതെൻ്റെ അഭിപ്രായമാണ്, ഞാൻ മുഹമ്മദ് നബി എന്നെ മഴക്കിയതൊന്നുമല്ല, ഇതെൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാൻ അല്ലം വിടാം എന്ന് ഉത്തുബത്ത് എന്നാൾ പറഞ്ഞു.